സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു കാർ അടിച്ച് വെച്ചാൽ കുറേ കാലമായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ കാർ അടിച്ച് പോകുമ്പോൾ അതിന് മുമ്പ് നേരെ റിയൽ ചാമ്പ്യൻസിൻ്റെ അടുത്ത് നമ്മൾ പോണ കാര്യമൊക്കെ പറഞ്ഞിട്ട് വരാം. റിയൽ ചാമ്പ്യൻസ് ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. നമ്മളങ്ങനെ റിയൽ ചാമ്പ്യൻസിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് ലൊക്കേഷൻ ചോദിക്കാം. സ്ഥിരം പരിപാടി തന്നെ, ഒരു മാറ്റില്ലേ. അല്ല പിന്നെ നമുക്ക് ലൊക്കേഷൻ ഒന്നും അറിയില്ലല്ലോ, ഡൊമിങ്കോസിൻ്റെ എല്ലാം അറിയുള്ളൂ. അപ്പോൾ കഴിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇന്നലെ നിങ്ങളൊരു ഷോട്ട് ഇട്ടേക്കണ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, കണ്ടിട്ടുണ്ടാവാണമല്ലോ. എന്ന് വെച്ചാൽ ഞാൻ ഹൾക്കായി ഇങ്ങനെ ചാടി ഓടിയിരുന്നു ഗൈസ്. ഇതില്ല ഷിൻചാനും പിൻചാനും ചേർന്ന് ഒപ്പിച്ച പണിയാണ് ഗൈസ്. ആ വീഡിയോ എന്ന് വെച്ചാൽ പക്ക ഫേക്കാണ് ഗൈസ്. ആ വീഡിയോ വെച്ച് ഷിൻചാനും പിൻചാനും ഉണ്ടാക്കിയാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഈ പിള്ളേരൊക്കെ ഇത്രയും ബുദ്ധിജീവികളാണോ എന്ന്. എന്തായാലും അപ്പയമ്മ വെച്ച് കിടക്കട്ടെ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അത് അവിടെ തന്നെ വെച്ചേക്കണതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി നമ്മുടെ ലൊക്കേഷൻ പോയി ചോദിച്ചിട്ട് വരാം. കുറേ കാലമായി ഡൊമിങ്കോസിനെ കണ്ടിട്ട്. ഇവനിപ്പോൾ ടാസ്ക് എങ്ങാനും തന്നാൽ നമുക്ക് നല്ല പണി കിട്ടും. നമ്മുടെ സ്ഥിരം പരിപാടി ഡിഫൻഡായ എയർലൈൻസ് ഈ വട്ടം കുറച്ച് ക്രാഷ് ലാൻഡിങ് ആയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇല്ലുകൂടെ പറപ്പിച്ച് കയറ്റാം. അതും ഫ്ലോപ്പ്. പക്ഷേ എൻ്റെ ഡ്രൈവിങ് സ്കിൽസൊക്കെ പോയി. കുറേ കാലമായി വണ്ടി ഓടിച്ചിട്ട്. കാരണം നമ്മുടെ ഷിൻചാനും പിൻചാനും എക്സാം ആയത് കാരണം ഇത്രയും ദിവസമായിട്ട് എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റില്ല. നല്ല സങ്കടമുണ്ട്. അപ്പം നമുക്ക് ഡൊമിങ്കോസിൻ്റെ അടുത്ത് നമ്മൾ ലൊക്കേഷൻ ചോദിച്ചിട്ട് വരാം. എഗെയിൻ ദാ വൃത്തികെട്ട സ്റ്റേഴ്സ്. ഈ വട്ടം ഞാൻ വീഴത്തില്ല, അത്രയേ ഉള്ളൂ. ഒറ്റ മൈൻഡ് വീഴത്തില്ല, അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടില്ല കയറി ഡൊമിങ്കോസ്. കാറിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ GTA 5 സിറ്റിയിലാണ്. അപ്പൊ നിനക്ക് അങ്ങോട്ട് പോകണ്ട എങ്ങനെയാന്ന് അറിയാൻ തോന്നുന്നത്. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നമുക്ക് നമ്മുടെ കാറിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല ഏത് കാറാന്ന്. രാവിലെ തന്നെ ഡൊമിങ്കോസ് വിളിച്ച് പറഞ്ഞൊരു കാറ് വന്ന് കിടക്കണ്ട്, വേണമെങ്കിൽ ഇപ്പം നീ പോയി അടിച്ചു വെച്ചാൽ ലൊക്കേഷൻ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞില്ലാന്ന്. അപ്പം എന്തായാലും നിങ്ങളും വല്ല എന്തോന്നാണ് സർപ്രൈസായിട്ട് ഇരിക്കുകയായിരിക്കും, ഞാൻ സർപ്രൈസായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ GTA 5 സിറ്റി പോവാം. GTA 5 സിറ്റി പോയിട്ട് കുറേ കാലമായി. പിന്നെ GTA 5 സിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ടി വേറെ സർപ്രൈസും കൂടിയുണ്ട്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ റിവീൽ ചെയ്യാം. അതാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ ഈ വട്ടം എയർപോർട്ട് വഴി ഒരു പോർട്ടൽ ആ വഴിയാണ് പോണത്. കാറും തെറിച്ചു പോയി. എന്തുവാടെ ഇത്, ഞാൻ കുറച്ച് ഓടാൻ സ്ലോ ആയെന്നറിയാലോ. എന്നാലും നമ്മൾ ഭയങ്കര സൂപ്പർ ഫാസ്റ്റായി ഓടി കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. വീഡിയോ കട്ട് ചെയ്താന്നൊന്നും ആർക്കും തോന്നത്തില്ല, അങ്ങനെ നമ്മൾ സ്കില്ലാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോവാം. എന്നിട്ട് GTA 5 സിറ്റിയിൽ ചെന്ന് നമ്മുടെ അതവിടെ കാറടിച്ച് മാറ്റാം. ഈ വട്ടം ഭയങ്കര അൽഷമസാണ് ഗൈസ്. ആ ഷിൻചാനും പിൻചാനും പഠിപ്പിച്ചിട്ട് എൻ്റെ കിളി പോയി ഗൈസ്. ക്രിസ്മസ് പരീക്ഷയൊക്കെ ആയിരുന്നു അവരുടെ. നല്ല മാർക്ക് കിട്ടുമോ എന്തോ ദൈവത്തിനറിയാം. ഇവിടെ ചെന്ന് ഒറ്റ ചാട്ടത്തിൽ നമ്മൾ GTA 5 സിറ്റി എത്തും. അങ്ങനെ നമ്മൾ GTA 5 എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ? നിങ്ങളുടെ എനിക്കൊരു ബൂസ്റ്ററുള്ള കാറാണ്. പിന്നെ എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ഒരാളും കൂടിയാണ് ഗൈസ്. അതാരാന്നല്ലേ, അത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കണ്ടാൽ മതി. അതാണ് എൻ്റെ ഒരു സർപ്രൈസ്. അങ്ങനെ സീനല്ലേ. അപ്പോൾ ഗൈസ് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നമ്മളെ രാഹുലുണ്ട്. ഇതാണ് നമ്മുടെ രാഹുൽ. ഞാൻ അസിസ്റ്റ് ചെയ്യണേ. നമ്മുടെ ഈ കാർ എവിടെയാണെന്ന് വെച്ചാൽ ഈ മിലിറ്ററി ബേസിലാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്നൈപ്പർ എടുത്തിട്ട് അവിടെ സ്കോപ്പ് ഇട്ട് നോക്കണം എവിടെയാണ് കാർ, എന്താ സംഭവം. ആരും വെടിയൊക്കെ തന്നില്ലേ, അവൻ ഇങ്ങനെ നല്ലവനാ സത്യം. ഇവിടെയൊക്കെ ഒരാൾ നിൽക്കുന്നുണ്ട്, നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതെന്ത് ഹെലികോപ്റ്ററാ? ഭയങ്കര സെക്യൂരിറ്റിയാണ് കഴിച്ച് ഇവിടെ. എന്നാലും സീനില്ല, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. നമുക്കെന്തായാലും കാറിൽ കയറി നേരെ പറന്ന് പോവാം. അയ്യോ, മിലിറ്ററി ബേസും കഴിഞ്ഞു പോയി. ഒരു ട്രൈ അഗൈൻ ഫെയിൽ അഗൈൻ, ട്രൈ അഗൈൻ പാസ് അഗൈൻ, അതാണ് നമ്മുടെ പോളിസി. സീനല്ലേ. ഇനി നമുക്ക് ഈ മിലിറ്ററി ബേസിൽ നേരെ നമ്മുടെ കാറ് കണ്ടുപിടിക്കണം. കുറേ മിലിറ്ററിക്കാർ വന്നുണ്ട്, അതൊന്നും സീനില്ല. ഇവിടെ നമ്മുടെ കാറിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ട്. നമ്മൾ കാറ് കിട്ടിയിരുന്നൊക്കെ ചെത്തടിച്ചോണ്ട് പോവേ. ഇന്ന് പോളെ രാവിലെ
എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കാറിൻ്റെ സ്ഥലത്തേക്ക് പോവാം. എവിടെയാണ് ഈ കാറെന്ന് കാണാനില്ല, കാരണം ഞാനിന്ന് ഇവരുടെ കൈ കൊണ്ട് തന്നെ വടിയാവും. പിന്നെ ഗൈസ് ഇത് ബുള്ളറ്റ് പ്രൂഫ് എല്ലാ പ്രൂഫുമാണ്, അത് കാരണം ഇതിനൊരു തേങ്ങാൻ പറ്റൂല. പിന്നെ ഇതിനൊരു എന്തുകൊണ്ടാണ് അല്ല ടാങ്കിൻ്റെ എല്ലാ പ്രൂഫുമാണ് ഞാൻ പറഞ്ഞില്ലേ. ഇവന്മാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയാൽ വടിയാവും. ഗൈസ് ഇവിടെ എങ്ങണ്ട ഫൈനലി നമുക്ക് നമ്മളെ കാറിട്ട്, ഇത് ഏത് കാറാണെന്നറിയില്ലേ, നമ്മളെ ഓടിയുടെ ഒരു പഴയ മോഡലാണ്. രാവിലെ പെട്ടെന്ന് കയറ്. ഗൈസ് ഇനി നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നേരെ നമ്മുടെ സിറ്റിയിലേക്ക് പോവാം. ഇതും ബുള്ളറ്റ് പ്രൂഫാണ്, പിന്നെ ഇതിന് നല്ല സ്പീഡുണ്ട് ഗൈസ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നേരെ രാഹുലിനെ അവൻ്റെ വീട്ടിൽ ഇറക്കണ്ട, നമുക്ക് നമ്മുടെ കൂടെ അങ്ങോട്ട് കൂട്ടാം. ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലേക്ക് പോവാം. ഇവിടെ പോർട്ടൽ ഇവിടെ എങ്ങാണ്ടാന്ന് തോന്നണം, ചാടി നോക്കാം. അങ്ങനെ രാഹുലിനെ അവൻ്റെ വീട്ടിൽ ഇറക്കി വിട്ടായിരുന്നു, എന്ന് വെച്ചാൽ ഞാൻ തെറിപ്പിച്ചല്ല അവൻ്റെ ഡോറിൽ നിന്ന് തള്ളിയിട്ട് കഴിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഓടിയും കൊണ്ട് നമ്മുടെ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയി റിയൽ ഷിൻചാനെ പിടിച്ചാൽ നമ്മുടെ കാർ കാണിച്ചു കൊടുക്കണം. എന്തായാലും അവന് ഏറ്റവും, കാരണം ഇത് ഓടിയുടെ ഒരു വിൻറ്റേജ് മോഡലാണ് കഴിച്ചു. ഇതെന്ന് വെച്ചാൽ എക്സ്ട്രീംലി റയർ കാറാണിത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഞാൻ ആദ്യം വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു പോയി, ഇപ്പോഴാണ് കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഈ കാർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി അങ്ങോട്ട് നൈസായിട്ട് പാർക്ക് ചെയ്ത് റിയൽ ഷിൻചാനും പിഞ്ചാനും പോയി വിളിച്ചിട്ട് വരാം ഗൈസ്. അവർ കാണുമ്പോൾ എന്തായാലും പൊട്ടി തെറിച്ചു പോകും ഗൈസ്, അത്രയും കാറാണിത്. എന്നുവെച്ചാൽ ഇവിടെ ഈ സിറ്റിയിൽ ആർക്കില്ല ഗൈസ്, ആ സിറ്റിയിൽ 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പം 1-2 ആൾക്കാരൊക്കെ ഉള്ള സാധനം ഞാൻ അടിച്ചു മാറ്റി. ഇനിയിപ്പോൾ അതിലൊരാളുടെ കയ്യിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടുത്തെ റയറസ്റ്റ് കാർ എൻ്റെ കയ്യിലാണുള്ളത്. അപ്പം നമുക്ക് നേരെ പോയി റിയലെ ഷിൻചാനും പിഞ്ചാനെ വിളിച്ച് ഈ കാർ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. ഷിൻചാനും പിഞ്ചാൻ പെട്ടെന്ന് താഴത്തേക്ക് പോയോ? ഞാൻ ഇപ്പോൾ വരാം. നമ്മളെ റിയലെ ഷിൻചാനും പിഞ്ചാൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നേരെ നമ്മുടെ കാറിൻ്റെ അടുത്ത് പോയി വെയിറ്റ് ചെയ്യാം. വരാൻ വേണ്ടി വലിയ വെയിറ്റിംഗ് ടൈമൊന്നുമില്ല, എന്തായാലും അവർ പട്ടപ്പട്ടേന്ന് ഇവിടെ എത്തിക്കും. ഈ കാറിൻ്റെ എവിടെയെങ്കിലും ഇവിടെയൊക്കെ സ്ക്രാച്ച് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. റിയ ഷിൻചാനും പിഞ്ചാനും ഇവിടെ എത്തിയിട്ട് റിയ ഷിൻചാനും പിഞ്ചാൻ എങ്ങനെയുണ്ട് ഈ കാറ്? ഈ കാറ് അങ്ങോട്ട് നോക്കി, ഇത് സാന്റാ ക്ലോസ് വന്നേക്കണ്. മെരി ക്രിസ്മസ് ടു ഓൾ. സാന്റാ ക്ലോസ് ഇന്ന് ഞാൻ കൊണ്ടുവന്ന വണ്ടിയാണ് ഇത്. സാന്റാ ക്ലോസിന്റെ അഭിപ്രായം ഇതെങ്ങനെയുണ്ട് ഈ വണ്ടി, കൊള്ളാവോ? ഫ്രാങ്ക്ലിനെ, നീ ഇത് അടിച്ചു മാറ്റിയ വണ്ടിയാന്ന് എനിക്കറിയാം. ക്രിസ്മസ് ആയ കാരണം ഞാൻ ക്ഷമിക്കണം. എന്തായാലും ഈ വണ്ടി അടിപൊളി, ഓടിയുടെ റയറസ്റ്റ് മോഡലല്ലേ, എനിക്കിഷ്ടമായി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്രിസ്മസ് അടിച്ചു പൊളിക്കണ്ടേ? ഇത് സാന്റാ ക്ലോസ് ഞങ്ങളെല്ലാ അലങ്കാരം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിയ ഷിൻചാൻ പിഞ്ചാൻ എങ്ങനെയുണ്ട് ഈ കാർ, കൊള്ളാവോ? ഈ കാർ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടാ. റിയൊക്കെ ഷിൻചാൻ പിഞ്ചാൻ പിന്നെ സാന്റാ ക്ലോസ് നമ്മുടെ വണ്ടി കിട്ടില്ല. നിങ്ങൾക്ക് ഈ വണ്ടി ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കില്ല വീഡിയോസ് സബ്സ്ക്രൈബ് ഓൺലൈൻ ചെയ്ത്.